ലാവ്ലിൻ കേസിൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് പിടി വീഴുന്നില്ല എന്ന കഴിഞ്ഞ കുറേ നാളായി കേരളത്തിലെ പ്രതിപക്ഷവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പിണറായി വിജയന് ലാവ്ലിനിൽ വലിയ ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് നന്ദകുമാർ രംഗത്ത് വന്നിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആരോപണവുമായി ദല്ലാൽ TG നന്ദകുമാർ. ലാവ്ലിനുമായി ബന്ധപ്പെട്ട കേസ് 2016 വീണ്ടും കോടതിയിൽ വന്നപ്പോൾ പിണറായി വിജയൻ തന്റെ സഹായം തേടിയെന്നാണ് TG നന്ദകുമാർ പ്രമുഖ മാധ്യമത്തിന്റെ ചർച്ചയിൽ ആരോപിച്ചത്. കേസ് ഹൈക്കോടതി ബെഞ്ചിൽ നിന്ന് മാറ്റിവെക്കാൻ പിണറായി വിജയൻ തന്റെ സഹായം തേടിയെന്ന ഗുരുതര ആരോപണമാണ് TG നന്ദകുമാർ ഉന്നയിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് നന്ദകുമാർ ഉന്നയിച്ചിരിക്കുന്നത്. 2016 മുഖ്യമന്ത്രി പിണറായി വിജയൻ നവകേരള യാത്ര നടത്തുമ്പോൾ ലാവ്ലിൻ കേസ് വീണ്ടും വിഴുങ്ങാൻ വന്നപ്പോൾ അദ്ദേഹം തന്റെ സഹായം തേടിയ ആളാണ്. ഇല്ലെന്ന പിണറായി വിജയൻ പറയട്ടെ, തന്നെ അറിയില്ല എന്ന് പറയരുത്. 2013 ലാവ്ലിൻ കേസ് ഡിസ്ചാർജ് ചെയ്തതിന് മേൽ ഹൈക്കോടതിയിൽ അപ്പീൽ വന്നു. 2016 തെരഞ്ഞെടുപ്പിന് മുൻപ് അപ്പീൽ കേൾക്കാൻ തീരുമാനിച്ചു. അതായത് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ പെറ്റീഷൻ ഫയൽ ചെയ്തു. തെരഞ്ഞെടുപ്പിന് മുൻപ് ഹിയറിംഗ് പോസ്റ്റ് ചെയ്തു. അന്ന് അപ്പീൽ ജസ്റ്റിസ് ഉബൈദിന്റെ ബെഞ്ചിൽ വന്നപ്പോൾ ജസ്റ്റിസ് ഉബൈദ് അത് കേട്ടാൽ അപകടകരമാകുമെന്നും അന്നത്തെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ അസഫ് അലി പ്ലാൻ ചെയ്ത ചില സർക്കാർ പെറ്റീഷനാണ് ഇട്ടേക്കുന്നത് എന്ന് മനസ്സിലാക്കി ആ കേസ് ആ ബെഞ്ചിൽ നിന്നും ഒഴിവാക്കാൻ KV സോഹൻ എന്ന വക്കീലിനെയാണ് പിണറായി വിജയൻ കണ്ടെത്തിയത്. എന്നാൽ KV സോഹന്റെ വക്കാലത്തിൽ ഒഴിവാക്കപ്പെട്ടില്ലെങ്കിലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മാറ്റിക്കൊടുത്തു. ആ സോഹനെ ഒന്നാം LDF സർക്കാർ അറ്റോർണിയാക്കി. രണ്ടാം LDF സർക്കാർ വന്നപ്പോൾ സോഹനെ പറഞ്ഞു വിട്ടു. കാരണം പിണറായി വിജയന്റെ ആവശ്യം കഴിഞ്ഞു. KV സോഹനിലേക്ക് എങ്ങനെ കടന്നു കയറാം എന്ന അന്വേഷണത്തിലാണ് എന്നിലേക്ക് എത്തിയത് എന്നാണ് നന്ദകുമാർ പറയുന്നത്. MK ദാമോദരൻ എന്ന മഹാനായ അഭിഭാഷകൻ പിണറായി വിജയൻ ഉണ്ടായിട്ടും ഞങ്ങളുടെ കോമൺ സുഹൃത്തായ മരിച്ചുപോയ സ്കറിയ തോമസിന്റെ ഫോണിൽ നിന്ന് എന്നോട് വിളിച്ച് സംസാരിച്ച് ഞങ്ങൾ സൗഹാർദ്ദത്തിലെത്തി. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പിണറായി മുഖ്യമന്ത്രിയായി. ഞാൻ പിന്നീട് ആ വഴിക്ക് പോയിട്ടില്ല. അദ്ദേഹം പറഞ്ഞല്ലോ, ശിവന്റെ കൂടെ പാപി ചേർന്നാൽ ശിവനും പാപിയാകുമെന്ന്. ഞാനൊരു മഹാപാപി ആയതുകൊണ്ടാകാം അദ്ദേഹം എന്നെ ബന്ധപ്പെട്ടത്. എന്നെ അറിയുമെന്നും അദ്ദേഹം വ്യക്തമായി പറഞ്ഞു. എന്തടിസ്ഥാനത്തിലാണ് എന്ന് അദ്ദേഹം പറഞ്ഞില്ല എന്നും ദല്ലാൽ നന്ദകുമാർ പറഞ്ഞു. അതേസമയം EP ജയരാജനെതിരായ BJP നേതാവ് ശോഭാ സുരേന്ദ്രന്റെ ആരോപണങ്ങളെ തള്ളിക്കളയുന്ന നിലപാടാണ് TG നന്ദകുമാർ സ്വീകരിച്ചത്. ജയരാജനോട് താനുമായി കൂട്ടുകൂടരുതെന്ന പാർട്ടി നിർദ്ദേശം നൽകി. എന്നാൽ താനുമായി അദ്ദേഹം കുറച്ചു കാലമായി ഒരു സൗഹാർദ്ദവും പുലർത്തിയിരുന്നില്ലെന്നും നന്ദകുമാർ പറഞ്ഞു. ജാവ്ദേക്കറും ജയരാജനും താനും ചേർന്ന യോഗത്തിനു ശേഷം EP-യുമായി നേരിട്ട് യാദൃച്ഛികമായി കണ്ടുമുട്ടിയത് 1-2 പ്രാവശ്യം മാത്രമാണ്. അതിനുശേഷം കൂടിക്കാഴ്ചയോ ഫോൺ കോളുകളോ ഉണ്ടായിട്ടില്ല. ജയരാജനാണ് BJP-യിലേക്ക് പോകാൻ ശ്രമിച്ചതെന്ന സുധാകരൻ പറഞ്ഞപ്പോൾ താൻ അദ്ദേഹത്തെ വിളിച്ചു. ഇത് അസംബന്ധമാണ് പറയുന്നത്. ശോഭയും സുധാകരനും നടത്തുന്ന നാടകമാണ്. നമ്മൾ നടന്ന കാര്യം പറയണം. പറഞ്ഞില്ലെങ്കിൽ അബദ്ധത്തിലാകുമെന്ന് താൻ ജയരാജനോട് പറഞ്ഞെന്നും നന്ദകുമാർ പറഞ്ഞു. ജയരാജന്റെ സമ്മതത്തോടെയാണ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് താൻ പുറത്തു പറഞ്ഞതെന്നും TG നന്ദകുമാർ പറഞ്ഞു.